എല്ലാവർക്കും നമസ്കാരം. ഈ വരുന്ന +2 ഫൈനൽ എക്സാമിന് അക്കൗണ്ടൻസിയിലെ സെക്കൻഡ് പാർട്ടായ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ നിന്നും പഠിക്കേണ്ട ഏതൊക്കെ ടോപ്പിക്സ് ആണ് എന്നുള്ളതാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസ് ഈ മൂന്നും പഠിക്കണം. പിന്നെ നോക്കേണ്ടത് കോമ്പണൻസ് ഓർ 5 പില്ലേഴ്സ് ഓഫ് അക്കൗണ്ടിങ്. മൂന്നാമത്തെ കോഡിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് വിത്ത് എക്സാമ്പിൾസ് നിർബന്ധമായും പഠിക്കണം. കോഡിഫിക്കേഷൻസ് ഓഫ് അക്കൗണ്ട്സ് എക്സാമ്പിൾ വെച്ചിട്ടായിരിക്കും എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നത്. നാലാമത്തെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഓഫ് CAS, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ സിസ്റ്റത്തിൻ്റെ സബ് സിസ്റ്റങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതും പഠിച്ചു വയ്ക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെൽ റെഫറൻസസ്, റിലേറ്റീവ് സെൽ റെഫറൻസസ്, മിക്സഡ് സെൽ റെഫറൻസ്, ആബ്സലൂട്ട് സെൽ റെഫറൻസസ് ഈ മൂന്നും പഠിക്കണം. പിന്നെ വരുന്നത് സ്പ്രെഡ്ഷീറ്റിൻ്റെ എല്ലാ ഫങ്ഷൻസ്, ഡേറ്റ് ആൻഡ് ടൈം ഫങ്ഷൻസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻസ്, മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ഈ 3 ഫങ്ഷൻസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. കഴിഞ്ഞ 2 വർഷവും അതായത് മാർച്ചിൽ എക്സാമിനും മാർച്ചിലെ എക്സാമിനും ചോദിച്ചിരുന്നത് റൗണ്ട് അപ്പ് ഫങ്ഷൻ, റൗണ്ട് ഡൗൺ ഫങ്ഷൻ ഇതൊക്കെയാണ് ചോദിച്ചിരുന്നത്. അതിൻ്റെ സിൻറ്റാക്സ് ഓരോന്ന് പഠിക്കുമ്പോഴും അതിൻ്റെ സിൻറ്റാക്സ് നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. അപ്പോൾ കൂടുതലും ഈ 5 ഫങ്ഷൻസിൽ ഡേറ്റ് ആൻഡ് ടൈം ഫങ്ഷൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻ, മാത്തമാറ്റിക്കൽ ഫങ്ഷൻ, ടെക്സ്റ്റ് ഫങ്ഷൻ, അതിൽ കോൺകാറ്റിനേറ്റ് ഫങ്ഷൻ എടുത്ത് ചോദിക്കാറുണ്ട്. അതും കൂടി പഠിക്കേണ്ടതാണ്. പിന്നെ നോക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ പേറോളിൻ്റെ കോമ്പോണൻസ്, അതിൽ ഏണിങ്സും ഡിഡക്ഷൻസും രണ്ടായിട്ട് തന്നെ പഠിക്കണം. കഴിഞ്ഞ തവണ അത് സെപ്പറേറ്റ് ചെയ്യാൻ ചോദിച്ചിരുന്നു. അപ്പോൾ പഠിക്കുമ്പോൾ രണ്ടായിട്ട് തന്നെ പഠിക്കണം. പിന്നെ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ്, PMT മെത്തേഡ് ഈ 3 സിൻറ്റാക്സ് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അതും കൂടി പഠിക്കേണ്ടതാണ്. നെക്സ്റ്റ് എലമെൻറ്റ്സ് ഓഫ് ചാർട്ടിൻ്റെ എലമെൻറ്റ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് പഠിക്കണം. പിന്നെ റൈറ്റ് ദ സ്റ്റെപ്സ് ഫോർ പ്രിപ്പയറിങ് ചാർട്ട് ഇൻ ലിബറൽ ഓഫീസ് കാൽക്കിൽ ചാർട്ട് പ്രിപ്പയർ ചെയ്യണതിൻ്റെ സ്റ്റെപ്സ് അത് നിങ്ങൾ പ്രാക്ടിക്കൽ പഠിച്ചപ്പോൾ എങ്ങനെയാണോ ആ സ്റ്റെപ്പ് തന്നെ പഠിച്ചാൽ മതിയാകും. പിന്നെ നോക്കേണ്ടത് ടൈപ്സ് ഓഫ് ചാർട്ട്സ്, ഏതെങ്കിലും 4 ചാർട്ട്സുകൾ പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ ഗ്രാഫിൻ്റെ അഡ്വാൻറ്റേജസും കൂടി പഠിക്കേണ്ടതാണ്. നെക്സ്റ്റ് പഠിക്കേണ്ടത് 3 ഫീച്ചേഴ്സ് ഓഫ് GNU കാർട്ടയുടെ 3 ഫീച്ചേഴ്സ് അല്ലെങ്കിൽ 4 പഠിച്ചു വയ്ക്കുക. അതുപോലെ നെയിം ഓഫ് ലെഡ്ജേഴ്സ് തന്നിട്ട് അതിൻ്റെ ഗ്രൂപ്പ് ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ പർച്ചേസ്, ഡയറക്റ്റ് എക്സ്പെൻസ്, അതുപോലെ ഡിപ്രീസിയേഷൻ ഏതാണെന്ന്, സെയിൽസ് റിട്ടേൺ ഏതാണെന്ന്, പ്രിലിമിനറി എക്സ്പെൻസ് ഏത് ഗ്രൂപ്പാണെന്ന് അങ്ങനെ സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാറുള്ളതാണ്. പിന്നെ വൗച്ചർ ടൈപ്പുകൾ 2 ക്വസ്റ്റ്യൻസ് ഇവിടെ നൽകാം. ഈ മോഡൽസ് നോക്കി വെക്കേണ്ടതാണ്. നെക്സ്റ്റ് ടേബിൾസ്, കൊറീസ് ഇതിൻ്റെ മീനിങ്സ് പഠിച്ചു വയ്ക്കുക. അതുപോലെ റൈറ്റ് എനി 4 ഡാറ്റ ടൈപ്സ് ഇൻ ബേസിലെ ഏതെങ്കിലും 4 ഡാറ്റ ടൈപ്സിനെ കുറിച്ചും പഠിച്ചു വയ്ക്കുക. GNU കാർട്ടയുടെ ചാപ്റ്റർ നോക്കുമ്പോൾ കമ്പനി ക്രിയേഷൻ, വൗച്ചർ ക്രിയേഷൻ, ലെഡ്ജർ ക്രിയേഷൻ പ്രാക്ടിക്കലിന് പഠിച്ച അതേ സ്റ്റെപ്പുകളൊന്ന് നോക്കേണ്ടതാണ്. അതുപോലെ ഓരോന്നും ഏതിൽ നിന്നാണ് നമ്മൾ വ്യൂ ചെയ്യിക്കണേ എന്നുള്ളതും കൂടി ആ സ്റ്റെപ്പും കൂടി പഠിക്കേണ്ടതാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് നിർബന്ധമായും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ നിന്ന് പഠിക്കേണ്ടതാണ്. 20 മാർക്കാണ് ഈ ഭാഗത്തു നിന്നും സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ഇതിൽ പറഞ്ഞേക്കുന്നതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്.